അയ്യേ അമ്മ ഭയങ്കര ധൈര്യശാലി എന്നല്ലേ ഞാൻ വിചാരിച്ചത്. കള്ളന്റെ കാര്യം പറഞ്ഞപ്പോ ഇത്ര പേടിയാ? എടി ഇത് സാധാരണ കള്ളനൊന്നും അല്ല. ഇനി ഇവർക്ക് എന്താ പ്രത്യേകത? ഇവരും മോഷ്ടിക്കാൻ തന്നെയല്ലേ വരണേ? എടി യവന്മാര് ദേഹത്തൊക്കെ എണ്ണയൊക്കെ തേച്ചോണ്ടാ വരുന്നത്. നമ്മൾ പിടിക്കാൻ ചെന്നാലേ യവന്മാരങ്ങ് വഴുതി പോവും. പക്ഷെ പണ്ടത്തെ ഭവാനി ആയിരുന്നെങ്കിൽ യവന്മാരെ ഓടിച്ചിട്ട് പിടിച്ചാനായിരുന്നു. അതെനിക്കറിയാൻ പാടില്ലേ. കള്ളൻ ഓടി തെങ്ങിന്റെ മുകളിൽ കയറുകയാണെങ്കിൽ അമ്മയും കയറും തെങ്ങിന്റെ മുകളിലേക്ക്. അങ്ങനെ പിടിച്ചിട്ട് വരുമെന്ന്. പക്ഷെ ഇപ്പം മുട്ടുവയ്യ. അതെനിക്കറിയാലോ. അമ്മ ചായ ഇട്ടാ അമ്മക്ക്. പാല് പൊട്ടിച്ചു വെച്ചമ്മ. താഴെ പോന്നു. അതല്ലേ ഞാൻ എടുത്തോണ്ട് പെട്ടെന്ന്. നിങ്ങൾ വന്നാ? പ്രസിഡന്റ് വന്നായിരുന്നു കേട്ടാ. ഞാൻ കണ്ട് കള്ളനെ പിടിക്കുന്നു പറഞ്ഞു. അതെ പുറത്തേക്കങ്ങ് ഇറങ്ങി നടക്കല്ലേട്ടാ. രാത്രി ഒട്ടും പുറത്തേക്ക് ഇറങ്ങണ്ട. കള്ളന്മാർ ഓടിപ്പഴിഞ്ഞ് അടക്ക. എന്റെ ഉപദേശം വേണ്ട. എന്നാ പിന്നെ ചെന്ന് കയറി കൊടുക്ക്. കള്ളനെ കാര്യം പിടിച്ചാൽ തീർന്ന്. പിന്നെ അവരെ കയ്യിൽ നിന്ന് അടി കൊണ്ടിട്ട് നിങ്ങൾ നന്നാവാണെങ്കിൽ നല്ല കാര്യമെന്ന് ഞാൻ വിചാരിക്കുള്ളൂ. അങ്ങനെയെങ്കിലും നിങ്ങൾ നന്നാവുമല്ലോ. അങ്ങനെ നിങ്ങൾ നന്നായ ആ കള്ളൻ ഏതാണോ അയാൾ അതിനെ ഓടിപ്പിടിച്ച് കണ്ടുപിടിച്ചിട്ട് അയാൾക്ക് നല്ലൊരു വളം മേടിച്ചു കൊടുക്കും. മാമി പറഞ്ഞേട്ടാ, കള്ളന്മാരെ അടിച്ച് പഞ്ചറാക്കിയാൽ ഞാൻ നന്നാവുന്നു. എനിക്കും അത് തന്നെ പറയാനുള്ളത്. പിന്നെ മുള സൈഡാണല്ലോ. മാമി ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മുടെ പടവലത്തെ പറമ്പിൽ കൂടെ രാത്രി വരുത്തു പോക്കണ്ട. അല്ല കള്ളന്മാരാണോ മറ്റേ ശാസ്ത്രികളാണോ? ഞാനൊന്നും പറയുന്നില്ലേ. ഞാൻ എന്തെങ്കിലും പറഞ്ഞാലേ അന്ധവിശ്വാസമാന്ന് പറയും. അത് കള്ളന്മാരൊന്നും അല്ലടാ. ഇന്നലെ നമ്മളെ നവാസ് വിളിച്ചിരുന്നു. അവൻ എന്തോ കണ്ട് പേടിച്ചത്. അത് അവൻ്റെ സുഹൃത്ത് മരിച്ച്. അപ്പം അവൻ ശവടക്കിന് പോയിരുന്നു. എല്ലാ കാര്യത്തിലും അവൻ കൂടെ ഉണ്ടായിരുന്നു. തിരിച്ച് വീട്ടിൽ വന്ന് കുളിച്ച് റൂമിനകത്ത് കയറിയപ്പോൾ റൂമിന് അവൻ ഇരിക്കുന്നു. എനിക്കും അങ്ങനെ പറ്റിയിട്ടുണ്ട്. അത് മാമനായിരുന്നു. ഇത് ആത്മാർത്ഥ സുഹൃത്തല്ലേ? അതപ്പോ അങ്ങനെയൊക്കെ തോന്നും. അങ്ങനെയൊക്കെ പറ്റും. ആത്മാർത്ഥ സുഹൃത്ത് മരിച്ചാൽ നമ്മളെ കൂടെ വരും, നമ്മളെ കൂടെ തന്നെ കാണും എപ്പോഴും. നിനക്ക് എങ്ങനെ വല്ലതും തോന്നിയിട്ടുണ്ടോടേ? എനിക്കാ? നിന്റെ ആരെങ്കിലും കൂട്ടുകാരനോ അടുത്ത ബന്ധുക്കളോ കൂട്ടുകാരൻ്റെ സഹകരണോ ചുറ്റപ്പനോ മരിക്കുമ്പോൾ നീ പോയി സഹായിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അവർ കൂടെ നിന്നിട്ട് വീട്ടിൽ വരുമ്പോൾ ഇതുപോലെ റൂമിനകത്ത് അവർ ഇരിക്കുന്ന തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഇതൊക്കെ വെറും സങ്കല്പം മാത്രമാണ്. തങ്കപ്പനാ? ഏത് തങ്കപ്പൻ? സങ്കല്പം. സങ്കല്പം. അത് ശരി. പണ്ട് രാഘവമാമൻ എനിക്കൊരു കഥ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ രാഘവമാമൻ്റെ അച്ഛൻ രാത്രി ഒരു 10-12 മണിയാവും പാങ്ങോട് മെട്രിക് ക്യാമ്പിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ സൈക്കിൾ ചവിട്ടി പോവുകയാണ്. പോയ സമയത്ത് സൈക്കിളിൻ്റെ പിറകെ പെട്ടെന്ന് ബിന്ദു ഒരു കനം. എന്താണ്? മാമങ്ങ എത്തി ഇങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ അമ്മ എന്താ കണ്ടത്? എനിക്ക് അറിഞ്ഞൂടാ. അതുപോലെ എനിക്ക് ഇങ്ങനെയുള്ള കഥകൾ കേൾക്കാൻ ഇഷ്ടമല്ല. എന്താ കണ്ടത് സുരേന്ദ്രൻ? എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ കഥ. കണ്ടത് പറയണോ? കേട്ടിട്ട് പോ. പേടിച്ചു പോയതാ തോന്നുന്നു. മാമൻ തിരിഞ്ഞു നോക്കിയപ്പോഴേ ബാക്കില് എന്തായിരുന്നു? പറ മാമി പറ. എന്തായിരുന്നു? തേങ്ങ. അതല്ലത്, തേങ്ങക്കൊലല്ല. ഒരു ചാക്ക്, അതിൻ്റെ അകത്ത് മൊത്തം തേങ്ങ. അതിൻ്റെ ഒരു സൈഡ് കെട്ട് വിട്ടുപോയി. തേങ്ങ എല്ലാം കൂടെ ഇപ്പത്തെ ചരിഞ്ഞു. അങ്ങനെയാണ് മാമൻ പറഞ്ഞ ആ ഒരു കാര്യം പറയാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു തന്നത്. ഒരിക്കലും സൈക്കിൾ ചവിട്ടുമ്പോൾ നന്നായിട്ട് തേങ്ങ കെട്ടി വെച്ചിട്ട് പോകണം എന്നാണ് പറഞ്ഞത്. വല്ല ആത്മാവിന്റെയും കഥ പറയാൻ പറഞ്ഞെന്ന് വിചാരിച്ചപ്പോ പിന്നെ ആത്മാവ് മാമന്റെ സൈക്കിൾ പറയാൻ കറിയുന്നത് പോകാൻ പോവുകയാണ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.